ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടിക്ക മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ടോട്ടില റാപ്പിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് പേര് അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടിക്ക മയോണൈസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ടിക്ക മസാല പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ടിക്ക മസാല പൗഡർ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു 2-3 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിപ്പൊടി, ഇനി ഒരു 2-3 നുള്ളു ഏലക്കപ്പൊടി, അതുപോലെ തന്നെ 2 പിഞ്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 പിഞ്ച് പട്ട പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പൗഡർ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തോളൂ കേട്ടോ. അതില്ലാത്തവർക്കാണ് ഞാൻ ഈ ഒരു പൗഡർ റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഈസിയായിട്ട് തയ്യാറാക്കാം ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പൊടികളുടെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല, ഒട്ടും കൂടാൻ പാടില്ല. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊടികളുടെ ആ പട്ടയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു 2 നുള്ളൊക്കെ 2 പിഞ്ചൊക്കെ പാടുള്ളൂ. അതുപോലെ തന്നെ ഏലക്കപ്പൊടിയൊക്കെ അതൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ വല്ലാതൊരു കുത്തലുണ്ടാവും. അപ്പോൾ ആ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടില്ല നമുക്ക് ടിക്ക മസാലക്ക്. അപ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഞാൻ ചെയ്ത പോലെ ഇടണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ടതാണ്. നിങ്ങൾ കൈ വെച്ചിട്ടൊക്കെ ഓരോ നുള്ളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലും നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. അതിന് പ്രത്യേകം പറയാം, പൊടികൾ ഒരല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മയോണൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ടിക്ക മയോണൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറിജിനലി ഈ ഒരു ടിക്ക മയോണൈസിൻ്റെ റെസിപ്പി ഇങ്ങനെ എഗ് യോക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് എഗ് യോക്കും എഗ് വൈറ്റ് യൂസ് ചെയ്യേണ്ടിക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ചിലവർക്ക് എഗ് യോക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ എഗ് വൈറ്റ് മാത്രം വെച്ചിട്ടാലും ചെയ്യാം. പക്ഷേ ഒറിജിനലി ഇങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ടിക്ക മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് ഞാൻ കുറച്ചൊരല്പം പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് വേണ്ട കേട്ടോ, കാരണം അതേതാണ്ട് 3 മുട്ടക്കൊക്കെ റെഡിയാക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലേവറിനനുസരിച്ച് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ള എള്ളും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ കാരണവശാൽ ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജാറിൽ കാണാൻ പറ്റുന്നുണ്ടാവും അറിയാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിക്ക മയോണൈസിൻ്റെ മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുന്ന 2 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ജാറിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണേ. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ, ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മുളക് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഉപയോഗിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ഉപയോഗിച്ചാൽ മതി, നല്ലൊരു കളർ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ പൊതുവെ എല്ലാവരും ഫുഡ് കളറാണ് ടിക്ക മയോണൈസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ, വീട്ടിൽ ചെയ്യുന്നല്ലോ നമ്മൾ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാലും കുഴപ്പമില്ല, ചെറിയൊരു പുളിപ്പ് ഫ്ലേവറിന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഓയിൽ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കാനാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ഒരുമിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല തിക്കിൽ കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടിക്കുമ്പോൾ ആവശ്യമുള്ള എത്രയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ എത്ര ഒഴിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് കുറക്കുക കേട്ടോ. അത് നിങ്ങൾ അടിച്ച് നോക്കുമ്പോൾ സമയത്ത് എത്രയാണ് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് നിർത്തിയിട്ട് ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. എങ്കിലേ ആ ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രമേ മയോണൈസ് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറുള്ള മയോണൈസ് നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചതാണെങ്കിൽ കൂടി നല്ല പെർഫെക്റ്റ് സെയിം കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ബർഗറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കാണാറില്ല, നിങ്ങൾ ടിക്ക മയോണൈസിൽ ഈ ഒരു സെയിം കളർ തന്നെയല്ലേ ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കളർ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കളറിലൊന്നും വ്യത്യാസമൊന്നുമില്ല, സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്